തൃപ്പൂണിത്തുറയിലെ ആയുർവേദ ഗവേഷണ കേന്ദ്രം പ്രവർത്തനരഹിതമായി തുടരുകയാണ്. 35 കോടി മുടക്കി പണിത ഗവേഷണ കേന്ദ്രത്തിൽ ആകെ പ്രവർത്തിക്കുന്നത് OP മാത്രം. ഗവേഷണ പ്രവർത്തനങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ്. തുടർ പ്രവർത്തനങ്ങൾക്ക് കാലതാമസമെന്നാണ് പ്രൊഫസർമാർ പറയുന്നത്. കിഴക്കേക്കോട്ടയിൽ പ്രവർത്തിച്ചിരുന്ന ആയുർവേദ ആശുപത്രി പൊളിച്ചാണ് പകരം ഈ ബഹുനില കെട്ടിടം നിർമ്മിച്ചത്. 2014 കെട്ടിട നിർമ്മാണത്തിന് അന്നത്തെ MLA ബാബു തറക്കല്ലിടുകയും 2021 അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. ഉദ്ഘാടനം നടത്തിയെങ്കിലും ഗവേഷണ കേന്ദ്രം പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല. 8 നില കെട്ടിടത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആകെ ഒരു ഔട്ട് പേഷ്യന്റ് വിഭാഗം മാത്രം. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ യന്ത്രങ്ങൾ ഉൾപ്പെടെ നശിച്ചു പോകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. നേരത്തെ ഇത് പൊളിച്ച് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് നൂറുകണക്കിന് ആളുകൾ ഇവിടെ വന്ന് ചികിത്സ തേടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 2 OP വിഭാഗങ്ങൾ മാത്രമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചുരുങ്ങിയിരിക്കുകയാണ്. ലാബിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയെങ്കിലും അതിൻ്റെ ഇറക്ഷൻ പോലും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആയുർവേദ ഗവേഷണം അന്തർദേശീയ സർവകലാശാലയുമായി സഹകരിച്ച് ചികിത്സാ രീതികൾ വികസിപ്പിക്കുക, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുക എന്നിങ്ങനെ വലിയ പദ്ധതികളാണ് ഗവേഷണ കേന്ദ്രം ലക്ഷ്യം വെച്ചത്. ഡിജിറ്റൽ ലൈബ്രറിയും ആയുർവേദ മ്യൂസിയവും 100 പേർക്ക് ഗവേഷണം നടത്താനുള്ള സൗകര്യവും ഉദ്ഘാടന ദിവസത്തിലെ വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങി. നിർമ്മാണം പൂർത്തിയാക്കിയെന്നും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കാലതാമസം മാത്രമാണ് നേരിടുന്നതെന്നും ഗവേഷണ കേന്ദ്രത്തിന്റെ ചുമതലയുള്ള പ്രൊഫസർ അനിൽകുമാർ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊച്ചി.